നരേന്ദ്രമോദി ബി.ജെ.പി. ആസ്ഥാനത്ത് എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വാരണാസിയിൽ നേടിയ തിളക്കം കുറഞ്ഞ വിജയമോ യു.പിയിൽ ഉണ്ടായിട്ടുള്ള വലിയ തിരിച്ചടിയോ ഈ പ്രവർത്തകരുടെ ആവേശത്തിന് ഒട്ടും കുറവുണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. കൊൽക്കത്തയിലെയും ബോംബെയിലെയും ബി.ജെ.പി. ഓഫീസുകൾ ഏറെക്കുറെ വിജനമായിരുന്നു ഇന്ന്. എന്നാൽ ഡൽഹിയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ അങ്ങനെയല്ല. കാരണം NDAക്ക് 292 സീറ്റുകൾ ഇപ്പോഴുമുണ്ട്. സഖ്യത്തിന് അധികാരത്തിൽ ഒരു വട്ടം കൂടി കടന്നെത്തി എന്നുള്ള ആഹ്ലാദവുമുണ്ട്. പക്ഷേ 3 മഹാനഗരങ്ങൾ ബി.ജെ.പിയെ കൈവിട്ട ശേഷമുള്ള ഒരു ആഹ്ലാദ പ്രകടനം തീർച്ചയായും ഈ ആഘോഷത്തിന് തിളക്കം കൊൽക്കത്ത, പടിഞ്ഞാറ് മുംബൈ, തെക്ക് ചെന്നൈ, എല്ലായിടത്തും ഈ 3 മഹാനഗരങ്ങൾ, ഇന്ത്യയിലെ പ്രധാന സ്പന്ദനമായ 3 മഹാനഗരങ്ങൾ, ഈ 3 മഹാനഗരങ്ങളിലെയും ബി.ജെ.പിയുടെ ആസ്ഥാനം ഇന്ത്യ ഭരിക്കാൻ ബി.ജെ.പി. ഒരുങ്ങുമ്പോൾ ശോകമൂകമാവുകയാണ്. അല്ല, ഇത് ഇപ്പം മോഡി ഒരു ഗ്ലോബൽ ലീഡറായിട്ടാണ് സ്വയം പൊസിഷൻ ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ ഇന്റർനാഷണൽ ഇപ്പോൾ BBC, CNN ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഷോക്കർ ഫോർ ഇന്ത്യാസ് മോദി, ഷോക്കിംഗ് റിസൾട്ട്സ് ഇൻ ഇന്ത്യാസ് പോൾസ് തുടങ്ങിയ തലക്കെട്ടുകളാണ് നമുക്ക് കാണാൻ കഴിയുക. ഏതായാലും മോഡി വരട്ടെ. എനിക്ക് നോക്കൂ, ഇപ്പോൾ കേരളത്തിലെ ആലപ്പുഴ അല്ലെങ്കിൽ ആറ്റിങ്ങൽ, ഈ 2 മണ്ഡലങ്ങളുടെ സവിശേഷത എന്ന് പറയുന്നത് 70% ഹിന്ദു ഇലക്ട്രേറ്റ് ഉള്ള മണ്ഡലങ്ങളാണ് ഈ 2 മണ്ഡലം. കേരളത്തിലെ 2 മണ്ഡലം ഹിന്ദു ഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ 70% ഉള്ള 2 മണ്ഡലമാണ്. ഈ 2 മണ്ഡലങ്ങളിലും ബി.ജെ.പി. നേടുന്ന അല്ലെങ്കിൽ ബി.ജെ.പി. അധികമായി നേടുന്ന വോട്ടുകൾ എന്നുള്ളത് നോക്കൂ. ബി.ജെ.പിയിലേക്കുള്ള വോട്ട് ഷിഫ്റ്റ് തുടങ്ങുന്നത് സോക്കോൾഡ് സവർണ അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് വോട്ടുകളായിരുന്നുവെങ്കിൽ ഈ CPM-ന്റെ പരമ്പരാഗത വോട്ട് ബേസിലേക്ക്, ഈഴവ ദലിത് വോട്ട് ബേസിലേക്ക് ബി.ജെ.പി. കട്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ വളരെ വിസിബിൾ ആയിട്ടുള്ള സൂചന ഇതിനകത്തില്ലേ? അത് CPM-ന് മനസ്സിലാവുന്നുണ്ടോ? സക്കറിയ വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ മുൻപേ പറഞ്ഞിട്ടുണ്ട്. കാരണം ഭൂരിപക്ഷ വർഗീയത എന്ന ഒരു മതയാനയെ ഗാന്ധിവധത്തിന് പിന്നാലെ ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിരുന്നു ഇന്ത്യ. ന്യൂനപക്ഷ വർഗീയതയുടെ പതിയെ ആ കിണറിലേക്ക് ന്യൂനപക്ഷ വർഗീയതയെ കൊണ്ട്, അതിൻ്റെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഭൂരിപക്ഷ വർഗീയത ആ കിണറ്റിൽ നിന്ന് പുറത്തു വന്ന്, ആ കിണർ തൂർന്നു പുറത്തു വന്ന് മതിക്കാൻ തുടങ്ങി എന്ന ഒരു വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണമുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും ഞാൻ പറയട്ടെ, 20% വോട്ടുകളിലേക്ക്, 19% എത്തുമ്പോൾ തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തടയാനാവാത്ത അപ്രതിഹതമായ ഒരു ശക്തി എന്ന വിധത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും മുന്നോട്ട് പോകുന്നു എന്ന ഒരു നരേറ്റീവിൽ കിട്ടിയ വോട്ടുകൾ. പക്ഷേ ഇനി 292 എന്നൊരു ഫിഗറിലേക്ക് എത്തുമ്പോൾ ഒറ്റയ്ക്ക് ബി.ജെ.പിക്ക് ഭൂരിപക്ഷം കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതേ ഒഴുക്ക്, ഇതേ മുന്നേറ്റം കേരളത്തിൽ ആവർത്തിക്കാൻ ബി.ജെ.പി. കുറച്ച് ബുദ്ധിമുട്ട്. നരേന്ദ്രമോദിയുടെ വിഷയം, അദ്ദേഹത്തിന്റെ ഭാഷ, ശരീരഭാഷ നമുക്കിപ്പോൾ അത് വിലയിരുത്താറായിട്ടില്ല. എന്നാലും ബി.ജെ.പി. നേതാക്കളുടെ മുഖം അത്ര പ്രസന്നമല്ല. രാജ്നാഥ് സിംഗ് ജയിച്ചത് പോലും അത്ര വലിയ റിസൗണ്ടിങ് വിക്ടറി അല്ല. ഈ നമ്മൾ ഉത്തർപ്രദേശിൽ കണ്ടതെല്ലാം അത്ര വലിയ വിജയങ്ങളല്ല ബി.ജെ.പി. ജയിച്ചയിടത്ത് പോലും.